ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രതീഷ്. ഇത് വൈഫിൻ്റെ അച്ഛനാണ്. ഞങ്ങൾ രണ്ടുപേരോട് കൂടിയാണ്. ഇത് ബീഫാണ്. നമുക്ക് ബീഫ് ചില്ലി ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ബീഫ് കുക്കറിലിട്ട് അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളം ഇവ ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. സംഗതി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഫുള്ള് വേണ്ട, ഒരു 80-90% ഒരു വേവ് മതി. ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യുമ്പം കറക്റ്റ് ആയിക്കോളൂ. നമുക്ക് ആദ്യമായിട്ട് ചെറിയ പീസുകളാക്കി സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്കൊരല്പം നീളത്തിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. എല്ലാം നീളത്തിലരിഞ്ഞ് നല്ല റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ആദ്യമായിട്ട് ചെറിയ ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ അല്പം മുളക് പൊടി, അല്പം ഗരം മസാല പൊടിച്ചാണ്, പിന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തത് അത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്താണ് വേവിക്കാൻ വെച്ചിരുന്നത്. അത് കുറച്ച് ചേർത്താൽ മതി. പിന്നെ പെരുംജീരകം അല്പം ചതച്ചെടുത്താണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ അതിലേക്ക് അല്പം മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബീഫ് വേവിച്ച വെള്ളം കുറച്ച് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അരപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് ശരിക്കും മിക്സ് ചെയ്ത് അരമണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഈ അരപ്പൊന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണ്. അടുത്തായിട്ട് നമുക്ക് ചെറിയൊരു ഉരുളി അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് ഓരോ പീസായിട്ട് ചെറു തീയിൽ നമുക്ക് വറുത്തെടുക്കാം. മാക്സിമം ഒരു 4 മിനിറ്റോളം മതി, ഫ്രൈ ചെയ്താൽ മതി. ഓവറായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും. ഏറെക്കുറെ സംഗതി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാൻ എടുക്കാവുന്നതാണ്.
ഫൈനലായിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് ഒരു 5-6 പച്ചമുളക് കീറിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് ആഗ്രഹം ആദ്യം അച്ചാക്കി എങ്ങനെയുണ്ട് സംഭവം? സൂപ്പറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ സംഭവം? കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങൾ വേണ്ടി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.